ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 1 kg വാൻജോ കേക്കിൻ്റെ ഫില്ലിംഗ് ആൻഡ് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ്. സ്പൈഡർമാൻ തീമിലാണ് ഈ ഒരു കേക്ക് ചെയ്തിരിക്കുന്നത്. കേക്കിലേക്ക് ഫില്ലിങ്ങിനായിട്ട് വേണ്ടിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വാൻജോ കേക്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടാണിത്. വൈറ്റ് ചോക്ലേറ്റ് ഗണാഷയും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷയും. ഈ ഒരു ഗണാഷയാണ് നമ്മൾ വാൻജോ കേക്കിൽ പ്രധാനമായിട്ട് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഗണാഷ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ആഡ് ചെയ്യുമ്പം അതിൻ്റെ റിച്ച്നെസ് ഫീൽ നമുക്ക് കേക്കിൽ പ്രത്യേകമായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 kg കേക്ക് ആയതുകൊണ്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. കേക്കിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ എടുക്കേണ്ടതാണ്. എപ്പോഴും 1 kg കേക്കിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമ്മൾ എടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫുൾ വീഡിയോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കേക്കിന് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 6 ഇഞ്ച് പാനിലാണ് ബേക്ക് ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ തീം കേക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തീമിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു കേക്ക് സ്പഞ്ച് നമ്മൾ വെറ്റ് ചെയ്യുന്നത് സാധാരണ പോലെ ഷുഗർ സിറപ്പിലല്ല, മിൽക്കും മിൽക്ക് മെയ്ഡും കൂടിയിട്ടുള്ള ഒരു മിക്സിലാണ്. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷും നമ്മൾ ഈ ഒരു കേക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്പഞ്ചിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് കേക്കിൻ്റെ ഒരു റിച്ച്നെസ് ഫീൽ. എപ്പോഴും നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ 1 kg കേക്ക് എന്നായിരിക്കും പറയാം. 1 kg കേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കേക്കൊക്കെ സെറ്റാക്കി കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് 1.5 kg എങ്കിലും ആയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കേക്ക് വെറ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ സിറപ്പ് കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കേക്ക് ഫില്ലിങ്ങിനായിട്ട് നട്ട്സോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും സംഭവിക്കാം. നമുക്ക് പെട്ടെന്ന് വരുന്ന കേക്ക് ഓർഡേഴ്സിലാണെങ്കിൽ നമ്മൾ രാവിലെ ഓർഡർ തന്ന ഉച്ചക്കേക്കാണ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിലേക്ക് ഒരുപാട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കേക്കിനെ വെറ്റ് ചെയ്യരുത്. ഹോം മെയ്ഡ് കേക്ക്സ് എപ്പോഴും നല്ല പഞ്ഞി പോലത്തെ കേക്കായിരിക്കും. അപ്പോൾ അതിലേക്ക് ഒരുപാട് ഷുഗർ സിറപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. അഥവാ കൂടുതലായിട്ട് നമ്മൾ കേക്കിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡെലിവറി ചെയ്യാവൂ. കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് കേക്ക് ബേക്ക് ചെയ്യുക, ഫ്രോസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഏതൊരു ജോലിയാണെങ്കിലും അതങ്ങനെ തന്നെയാണ്. എന്നാലും നമ്മൾ കേക്കിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ അതൊരു കുക്കിംഗ് റിലേറ്റഡ് ആണ്. അപ്പോൾ അത് സക്സസ് ആയി കിട്ടാൻ കുറച്ച് പാട് തന്നെയാണ്. പക്ഷേ നമ്മളത് സക്സസ് ആയാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഒരു ബേക്കിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. ബേക്കിംഗ് എന്ന് പറയുമ്പോൾ അത് കേക്ക് ബേക്കിംഗ് മാത്രമല്ല, അതിലൊരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കുക്കീസ് വരുന്നുണ്ട്, കപ്പ് കേക്ക്സ്, അതുപോലെ മാക്രോൺസ്, ഡോണട്ട്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതുപോലുള്ള മധുരമുള്ള കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതുവരെ ഒരു കേക്ക് പോലും ബേക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒരു കേക്ക് ഒന്ന് ബേക്ക് ചെയ്ത് നോക്കണം. ഇതുപോലെ ഫ്രോസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കിയ ഒരു കേക്കെങ്കിലും ബേക്ക് ചെയ്ത് കൊടുക്കുക. കേക്കിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സും അതുപോലെ ഫോണ്ടൻറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്കിപ്പം കൂടുതലായിട്ടും വരുന്നത് കസ്റ്റമൈസ്ഡ് തീം കേക്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീം കേക്ക് തന്നെയാണ് ട്രെൻഡിങ് എന്ന് പറയാം. തീം കേക്ക് എന്ന് പറയുമ്പോൾ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടും അല്ലാതെയും ഫോണ്ടൻറ്റ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം കുറച്ചും കൂടി അഫോർഡബിൾ റേറ്റിൽ നമ്മൾ ചെയ്യുന്നത് സ്റ്റിക്കേഴ്സിലാണ്. ഫോണ്ടൻ ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ ഫോണ്ടൻ്റ് നമ്മൾ ഓരോ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനും ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം കുറച്ചധികം നമ്മൾ ഈ ഒരു കേക്കിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. കസ്റ്റമൈസ്ഡ് ഫോണ്ടൻ ഡെക്കറേഷൻ എപ്പോഴും വരുന്നത് ആനിമൽ തീം കേക്കിലായിരിക്കും. ആനിമൽ തീം കേക്കിനെ ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. ഫോണ്ടൻ ഡെക്കറേഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം. ഈ ഒരു വാൻജോ കേക്ക് ഞാൻ ബേക്ക് ചെയ്തിരിക്കുന്നത് ഒരു 1/2 kg ചോക്ലേറ്റ് കേക്കും അതേപോലെ 1/2 kg വാനില കേക്കുമായിട്ടാണ് ബേക്ക് ചെയ്തിരിക്കുന്നത്. കേക്ക് സ്പഞ്ച് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലോർ ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹൈറ്റുള്ള സ്പഞ്ച് തന്നെ കിട്ടും. നമ്മളെടുക്കുന്ന ബേക്കിംഗ് സോഡയും അതുപോലെ ബേക്കിംഗ് പൗഡറും നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെ സൂക്ഷിക്കണം.
നമ്മൾ ഇതിൻ്റെ ഒരു ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളത് ടോപ്പ് അടച്ച് വെക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ടോൾ കേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് ഫിനിഷ് കോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കേക്ക് നന്നായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും. ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം എടുത്തിട്ട് ഫിനിഷ് കോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ക്രം കോട്ട് ചെയ്യുന്ന ഒരു സമയത്ത് തന്നെ നമുക്ക് കേക്കിന് ചെരിവുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, കേക്ക് ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ലെവൽ ചെയ്യാവുന്നതാണ്. ആ ഒരു ക്രം കോട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ കേക്ക് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെ ക്രീം നന്നായിട്ട് കവർ ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്യാം. ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ക്രം കോട്ട് ചെയ്ത കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിൽ ബ്ലൂ കളർ ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഐഡിയ ആണിത്. പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം നിറച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സ്പാച്ചിലോ അല്ലെങ്കിൽ സ്ക്രൈപ്പറോ വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. പല ആൾക്കാരും എപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമാണ് ഇത് പെട്ടെന്ന് ചെയ്ത് തീരുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അത് ഇതാണ് വീഡിയോ, ശരിക്കും ചെയ്തൊരു വീഡിയോ ആണിത്, നോർമൽ വീഡിയോ ആണ്. ഇതിൽ സ്പീഡൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോന് വേണ്ടിയിട്ടാണ് സ്പീഡാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മെല്ലെ ഒന്ന് പൈപ്പ് ചെയ്തിട്ട് സ്ക്രൈപ്പർ വെച്ചിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കേക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്യുന്ന സമയത്ത് കൈയിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പോൾ വിപ്പിംഗ് ക്രീം മെൽറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സ്പൈഡർമാൻ തീം കേക്ക് ആയതുകൊണ്ടാണ് ഞാനിതുപോലെ വിപ്പിംഗ് ക്രീമിൽ ബ്ലൂ കളർ ആഡ് ചെയ്തത്. അതുപോലെ മേലത്തെ പോർഷനിൽ വിപ്പിംഗ് ക്രീമിൽ റെഡ് കളർ ആഡ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. എപ്പോഴും തീം കേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു തീമിനനുസരിച്ചിട്ടുള്ള കളറ് നമ്മൾ കേക്കിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും, കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. ഷെഫ് മാസ്റ്ററും അതുപോലെ മാജിക് കളേഴ്സിൻ്റെയും കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഷുഗറിൻ്റെ കളറും യൂസ് ചെയ്യലുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീമിൽ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കളറ് വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് വെക്കുക. അതിനുശേഷം എടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് കളർ ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ നമുക്ക് കിട്ടും. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു കേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഈ ഒരു കേക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിൽ കേക്ക് ഓർഡേഴ്സ് എടുത്തു തുടങ്ങിയ ആ ഒരു സമയത്ത് നമ്മൾ കസ്റ്റമർ പറയുന്ന ആ ഒരു തീമിലുള്ള സ്റ്റിക്കർ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് പ്രിൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള തീം സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ അധിക സാധനങ്ങളും ഓൺലൈൻ വഴിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും അതുപോലെ നൈഫ് അങ്ങനെയുള്ള എനിക്കിവിടെ കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ ഓൺലൈൻ വഴിയാണ് വാങ്ങിച്ചത്. പിന്നെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ 1-2 കേക്ക് ഉണ്ടായി ഫ്ലോപ്പായി എന്ന് വിചാരിച്ചിട്ട് നിർത്തിക്കളയരുത്. 1-2 പ്രാവശ്യം കൊണ്ടൊന്നും കേക്ക് റെഡി ആവണമെന്നില്ല, സ്പഞ്ച് റെഡി ആവണമെന്നില്ല. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നാൽ എന്തായാലും ഉറപ്പായിട്ടും കേക്ക് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക. അങ്ങനെ ഒക്കെ എടുക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്പഞ്ച് തന്നെ കിട്ടും. എനിക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഓർഡേഴ്സും കിട്ടാറുണ്ട്. അതായത് വിപ്പിംഗ് ക്രീം കുറച്ച് ചെയ്തുകൊണ്ട് ഒരു കേക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗണാഷ് മാത്രം വെച്ചുകൊണ്ട് കേക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓർഡേഴ്സ് വരാറുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തു കൊടുക്കാറുണ്ട്. വിപ്പിംഗ് ക്രീം തീരെ ആഡ് ചെയ്യാതെ ചെയ്ത കേക്കായിരുന്നു ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ അതിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്ട്രോബെറി ക്രഷും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷും ആയിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് കേക്ക് ചെയ്യാവുന്നതാണ്. വിപ്പിംഗ് ക്രീം ആഡ് ചെയ്താൽ മാത്രമേ ഒരു ബർത്ത്ഡേ കേക്ക് ചെയ്യാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കേക്ക് ചെയ്യാം. പിന്നെ കസ്റ്റമറിന് എന്താണോ ഇഷ്ടം അതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് കിട്ടിയ ഈ ഒരു കേക്ക് ഓർഡർ സ്പൈഡർമാൻ തീം കേക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികവും ഈ ഒരു സ്പൈഡർമാൻ തീം കേക്ക് ഓർഡർ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സ്റ്റിക്കർ കുറച്ചധികം തന്നെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓർഡർ വന്നപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു.
സ്റ്റിക്കർ മതിയോ എന്ന് ചോദിച്ചു, ഫോണ്ടിന് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് സ്റ്റിക്കറിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു കേക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയ കേക്കും കൂടിയായിരുന്നു. ഈ ഒരു കേക്ക് ഡിസൈൻ അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ തന്നെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആൺകുട്ടികളുടെ ബർത്ത്ഡേ ആകുമ്പം അവർ കൂടുതലായിട്ടും ഓർഡർ ചെയ്യുന്നത് ഇതുപോലെ സ്പൈഡർമാൻ തീമിലുള്ള കേക്കും അതുപോലെയുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെയാണ്. ഇപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ കുട്ടികൾ ഫോണിൽ കേക്കിൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അതുപോലെ കേക്ക് കട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്, കേക്കിൻ്റെ ഫോട്ടോസ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ഏത് കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് അധികവും കുട്ടികൾ തന്നെയാണ് ശരിക്കും ഓർഡർ ചെയ്യുന്നത്. കുട്ടികളാണ് പറയുന്നത്, ചേച്ചി ഇതുപോലുള്ള കേക്ക് മതി, ഇതുപോലുള്ള ഡിസൈനിലുള്ള കേക്ക് മതി എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് സ്പൈഡർമാൻ്റെ ആ ഒരു ഡിസൈൻ ഒന്ന് വരച്ചെടുക്കാം. അതിനായിട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് ടൈറ്റാക്കി എടുത്തിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പൈഡർമാൻ്റെ തീം കളർ കോംബോ വരുന്നത് ഇതുപോലെ ബ്ലൂ ആൻഡ് റെഡിലാണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് കളറിൽ ഇതുപോലെ ഒരു ലൈനും കൂടെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ സ്പൈഡർമാൻ്റെ നെറ്റ്. പിന്നെ ഇതേപോലെ വരക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ഗണാഷിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കേണ്ടതാണ്. ഒരുപാട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ ഒരിക്കലും വരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ടൈറ്റ് ആയതിനു ശേഷം മാത്രം ഇതുപോലെ വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. കേക്ക് ഉണ്ടാക്കലിൻ്റെയും വീഡിയോ എടുക്കലിൻ്റെയും എഡിറ്റിങ്ങിൻ്റെയും വോയിസ് ഓവർ കൊടുക്കലിൻ്റെയും എല്ലാത്തിൻ്റെയും കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു സന്തോഷമാണ് ഈ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളത്. പിന്നെ കേക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഞാൻ അതിനുള്ള കറക്റ്റ് മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനിയും ഒരുപാട് കേക്ക് റെസിപ്പീസും അതുപോലെ ഡെക്കറേഷൻ വീഡിയോസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളടുത്ത് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതുപോലെ കേക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടിപ്സും ട്രിക്സും അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളടുത്ത് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് നമ്മുടെ സ്പൈഡർമാൻ്റെ ആ ഒരു നെറ്റ്, ആ വലയുണ്ടല്ലോ, അത് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെയുള്ള വർക്കെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ധൃതി പിടിച്ച് ചെയ്യാൻ നിൽക്കണ്ട, മെല്ലെ ചെയ്ത് കൊടുത്താൽ മതി. ഓരോ കേക്ക്സും നമ്മൾ ചെയ്ത് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ഡിസൈൻ തന്നാലും അല്ലെങ്കിൽ ഏത് കസ്റ്റമൈസ്ഡ് കേക്ക് തന്നു കഴിഞ്ഞാലും നമുക്ക് നല്ല ധൈര്യത്തോടെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചില കാര്യങ്ങൾ നമ്മൾക്ക് നന്നായിട്ട് അറിയാമെങ്കിലും നമ്മൾ എങ്ങനെയോ ഉൾവലിഞ്ഞു പോവാറുണ്ട്. നമ്മളൊരു കേക്ക് ചെയ്തു, അപ്പോൾ ആ ഒരു കേക്ക് എല്ലാവരും കഴിച്ചു, നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് തന്നു. ആ ഒരു കേക്ക് നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസായി വെച്ചു, അതേസമയം തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് വെച്ചു, പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് വേണം, അത് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ധൈര്യത്തോടെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ആൾക്കാർ നമുക്ക് കുറച്ചും കൂടെ നമുക്കൊരു ഫീഡ്ബാക്ക് അറിയിക്കുമ്പോൾ അത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു അടുത്തത് ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണത്. പിന്നെ നമ്മൾ എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, അത് കേക്കിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് പ്രാക്ടീസാണ്. നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ഇങ്ങനെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതേപോലെയുള്ള കസ്റ്റമൈസ്ഡ് തീം കേക്ക് തരുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഫോട്ടോ തന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് ഇതുപോലെ സ്റ്റിക്കേഴ്സ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ കേക്ക് സെയിൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടാണ് കേക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഫില്ലിങ്സിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓർഡേഴ്സും കിട്ടും. അതുപോലെ നല്ല നീറ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ഇതേപോലെയുള്ള ടോൾ കേക്ക് ചെയ്യുമ്പോൾ ഉള്ളിൽ ഡബിൾസോ അല്ലെങ്കിൽ സ്റ്റിക്കോ വെച്ച് കൊടുക്കേണ്ടതാണ്, ബാമ്പൂ സ്റ്റിക്കോ വെച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ ഇതേപോലെ നമ്മൾ സ്റ്റിക്കറിൻ്റെ മുകളിലും ഇതേപോലെയുള്ള സ്റ്റിക്ക് കുത്തി വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ കറക്റ്റായിട്ട് പറയണം, ഇതേപോലെ സ്റ്റിക്ക് ഉള്ളിൽ വെച്ചിട്ടുണ്ട്, അതുപോലെ ഈ സാധനങ്ങളൊക്കെ കുത്തി വെച്ചിരിക്കുന്നത് സ്റ്റിക്ക് വെച്ചിട്ടാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ കേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് പറയേണ്ടതാണ്. പിന്നെ ടോൾ കേക്ക് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ട് മാത്രമേ സെയിൽ ചെയ്യാൻ പാടുള്ളൂ, ഡെലിവറി ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ചെരിഞ്ഞു പോകാനും ആ ഒരു ട്രാവലിംഗ് സമയത്ത് കേക്ക് ചെരിഞ്ഞു പോകാനും തട്ടിപ്പോവാനും മുട്ടിപ്പോവാനും ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഫോണ്ടൻ വർക്കുള്ള കേക്ക് ആണെങ്കിൽ ഫോണ്ടൻ്റെ മേലെ വരുമ്പം കേക്കിൻ്റെ വെയിറ്റ് കൂടും, അപ്പോൾ കേക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നല്ല വെയിറ്റുള്ള ഫോണ്ടൻ വർക്കാണെങ്കിൽ അപ്പോൾ ഫോണ്ടൻ്റെ മുകളിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട്
കേക്കിലേക്ക് കുത്തിവെക്കുക. നമ്മൾ കേക്കിൻ്റെ കാര്യത്തിൽ എത്ര എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു കേക്ക് കൊടുക്കുന്ന ആ ഒരു ലാസ്റ്റ് ടൈമിൽ പോലും ചിലപ്പോൾ നമ്മൾ പതറിപ്പോവും മീൻസ് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഫോണ്ടൻ്റ് എല്ലാം സെറ്റ് ലാസ്റ്റ് ടൈമിലായിരിക്കും ഫോണ്ടൻ്റ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫോണ്ടൻ്റ് ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട് അത് ചിലപ്പോൾ തെന്നിപ്പോവാനും താഴെ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ കേക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇനി കേക്കിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഫോക്സ് ബോൾസും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ബോൾസ് കഴിക്കാൻ പറ്റുന്നതല്ല, നമ്മൾ ചോക്ലേറ്റിലൊന്നും ചെയ്തെടുത്തതല്ല, ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് ഈ ഒരു ബോൾസ്. അപ്പോൾ ഈ ഒരു കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതും കൂടെ ഈ ഒരു കേക്കിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. കേക്ക് റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഓർഡേഴ്സൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല ഓർഡേഴ്സൊക്കെ എടുത്ത് ഡെക്കറേഷൻസും കാര്യങ്ങളും വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കസ്റ്റമൈസ്ഡ് ആണെങ്കിൽ അതുപോലെ അവർക്ക് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നല്ല പുതിയ ഡിസൈൻസൊക്കെ കേക്കിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ചില കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പറയും നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ കേക്ക് ഡിസൈൻ ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു കലാവിരുദ്ധമൊക്കെ നമ്മൾ ആ ഒരു കേക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അതെന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. നമ്മുടെ കല നമുക്ക് അതിലൂടെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കൂടെ പറ്റും. പിന്നെ ഫോണ്ടൻ ഡെക്കറേഷൻസൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലേ വാങ്ങിച്ചുകൊണ്ട് അതുപോലെയുള്ള ആനിമൽസിൻ്റെയും പിന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഷേപ്സ് ഉണ്ടാക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ കേക്കൊക്കെ സെയിൽ ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ ഒരിക്കലും തീം കേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ മടിക്കരുത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക. 2-3 തീമിൻ്റെ സ്റ്റിക്കേഴ്സ് നമ്മൾ വാങ്ങി വെക്കുക. അതുപോലെ 1-2 ഫോണ്ടൻ കളേഴ്സും നമ്മളൊന്ന് വാങ്ങി വെക്കുക. അപ്പോൾ നമുക്ക് ഓർഡേഴ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി നെയിമും കൂടി റൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.